ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നാലമ്പല ദർശനത്തിന് പോവാണ്. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി സുന്ദരിമാരായി ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. മര്യാദയ്ക്ക് കടന്നുറങ്ങി. ഇനി പാതിരാത്രി വിളിച്ചെഴുന്നേപ്പിച്ച് എവിടെ കൊണ്ടുപോകും എൻ്റെ ദേവിയെ എന്നാണ് തോന്നുന്നു പാറു ആലോചിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഡോൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഷടപടേന്ന് വണ്ടി കറക്റ്റില്ലേ, നമ്മുടെ സൈഡ് സീറ്റ് കിട്ടിയില്ലെങ്കിലോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ നമ്മുടെ ശ്രീരാമൻ്റെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം കേട്ടോ. അമ്പലത്തിലേക്ക് കയറുന്ന വഴി രണ്ട് സൈഡിലും ഇഷ്ടംപോലെ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകില്ലല്ലോ, എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴാവട്ടെ. അങ്ങനെ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ചൂട് കഞ്ഞിയും പയറും അച്ചാറൊക്കെ ഉണ്ട്. അത് കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ച് റോഡിലിറങ്ങിയപ്പോൾ നമ്മുടെ ഡോണിനെ കാണാനില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരഞ്ഞ് ഇപ്പോഴേക്കും നമ്മുടെ താര എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാടി ഓടി വണ്ടി കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലക്ഷ്മണ ഭഗവാനെ കാണാൻ പോവാം. അങ്ങനെ നമ്മൾ ശ്രീരാമനോട് പോയിട്ട് ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ ലക്ഷ്മണ ഭഗവാന്റെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ കയറി മേളിൽ ചെന്ന് കഴിയുമ്പോഴാണ് അമ്പലം. മേളിൽ ചെന്നപ്പോൾ വലിയൊരു ക്യൂ. ശ്രീരാമൻ്റെ അമ്പലത്തിൽ പാറുക്കുട്ടി കൂടെ ഉള്ളതുകൊണ്ട് എന്നെയും പാറുവിനെ ആദ്യം കയറ്റി വിട്ടു. പക്ഷേ ഇവിടെ അത് നടന്നില്ല. ഉണ്ടല്ലേ വലിയൊരു ക്യൂ. ഇത് വലം വെച്ച് വേണം നമുക്ക് അമ്പലത്തിൽ കയറാൻ. ഒരു കുഞ്ഞു കുറുമ്പി അവിടെ നിന്ന് കളം വരയ്ക്കുന്ന കണ്ടോ, അതാണ് നമ്മുടെ പാറുക്കുട്ടി. ഭാഗ്യത്തിന് കരച്ചിലും വഴക്കും ബഹളമൊന്നുമില്ല, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ നമ്മൾ അകത്ത് കയറി തൊഴുതിറങ്ങി. നല്ല ചൂട് ഉണ്ണിയപ്പം ചൂട് പാൽപ്പായസം മേടിച്ചിട്ടുണ്ട്. 6 ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ മടിയിലിട്ട് ചവിട്ടും. അതുകൊണ്ടാണ് കാല് കഴിച്ച് ചെളിയൊക്കെ കളഞ്ഞ് കയറ്റിയത്. ഇതാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം. നല്ല സോഫ്റ്റാണ്, പക്ഷെ ചൂടുണ്ട്. അതാണ് പാറ് കഴിക്കാതിരുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അപ്പോൾ ലക്ഷ്മണ ഭഗവാനോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത നമ്മൾ പോയത് ഭരതസ്വാമീനെ കാണാനാണ്. അവിടെ നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് ബസ് മേളിലിട്ടിട്ട് നമ്മൾ നടന്നാണ് പോയത്. ചെറിയ രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ ഭഗവാനെ തൊഴുതിറങ്ങി. അവിടെ ഒരു മീൻകുളം കണ്ടോ, അതിലൊരു പാമ്പിനെ കണ്ടു. നിങ്ങൾക്ക് ആർക്കെല്ലാം പാമ്പിനെ പേടിയുണ്ടോ? മീനുകൾക്കെല്ലാം ഭക്ഷണം കഴിച്ച് മതിയായെന്ന് തോന്നുന്നു. അവലും മലരും ഒന്നും കൊടുത്തിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. വീണ്ടും നമ്മളിതാ കഞ്ഞി കുടിക്കാൻ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ചൂട് പൊടിയരിക്കഞ്ഞിയും തോരനും അച്ചാറും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഭഗവതീനെ കാണാൻ പോയിട്ടുണ്ട്. ഭഗവതീനെ തൊഴുത് കഴിഞ്ഞപ്പം നല്ല പായസം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്നും നോക്കിയില്ല, പായസം അങ്ങ് പിടിപ്പിച്ച്. പാറുവിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമൊന്നും പാറു ഞങ്ങളുടെ കയ്യിൽ തരാറില്ല. ഞങ്ങളെങ്ങാനും കുടിച്ച് എന്ത് ചെയ്യും? അതുകൊണ്ട് പാറുക്കുട്ടി തന്നെ ഗ്ലാസ് പിടിച്ച് മൊത്തം പായസം കുടിച്ച് ചേർത്തിട്ടുണ്ട്. ഇവിടെയും കണ്ടു കേട്ടോ ചെറിയൊരു കുളം, പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, അതുകൊണ്ട് അവരത് മറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ തൊഴുത് നമ്മളിതാ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ ഉണ്ട്. ഒന്നും നോക്കിയില്ല, പാവയ്ക്ക ഇഷ്ടപ്പെടുന്ന ഒരു പ്രിയങ്കരനായ ഭർത്താവ് ഇവിടെ ഉള്ളതുകൊണ്ട് അതും മേടിച്ച്, പിന്നെ 2 ജോഡി കമ്മലും. അവിടെ നിന്ന് ബസ് കയറി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അവിടെയും വലിയ വണ്ടി ഇടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോവാണ്. ഇത് കുറച്ച് ദൂരം കൂടുതൽ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ശത്രുഘ്ന സ്വാമിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയും ചെറിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ക്യൂ ഒക്കെ നിന്ന് ഭഗവാനെ കാണാൻ പോവാണ്. പാറുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി എവിടെയെങ്കിലും യാത്ര പോകുന്നത്. അതുകൊണ്ട് അവൾ വഴക്കൊന്നുമില്ലാതെ ഇരുന്നിട്ടുണ്ട്. കൂടുതൽ അവൾ തന്നെ നടക്കുകയാണ് ചെയ്തത്. നമ്മളെ എടുക്കാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. അവിടുന്ന് ഭഗവാന്റെ പ്രസാദമൊക്കെ മേടിച്ച് നമ്മളിത് ഇറങ്ങിയപ്പോഴത്തേനും പാറുക്കുട്ടി ഉറങ്ങിപ്പോയി. ചെറിയ മഴയൊക്കെ ചാറിയതുകൊണ്ട് അച്ഛനൊരു ചായ കുടിക്കാൻ മോഹം. അപ്പം അച്ഛൻ്റെ കൂടെ ഞാനും പോയി ഒരു ഉഴുന്നുവടയൊക്കെ കഴിച്ച് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ബസ്സിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ പിന്നെ നമ്മളിവിടെ ഒറ്റയ്ക്കാക്കി പോകണ്ടല്ലോ എന്നോർത്ത് നമ്മളും പോയി. പാറുക്കുട്ടി സുഖനിദ്രയിലാണ്. അങ്ങനെ നമ്മളിതാ ശ്രീരാമനെ കാണാൻ വീണ്ടും എത്തി. ശ്രീരാമനോട് ഞങ്ങൾ എത്തിയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ കടയിലേക്ക് വിട്ടിട്ടുണ്ട്. കടയിൽ പോയി കണ്ടതെല്ലാം മേടിച്ചു. പാറുവിന് കുറേ കളിപ്പാട്ടവും വളയും ക്ലിപ്പും എല്ലാം മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചൂട് കഞ്ഞിയും കൂടെ കുടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് പഞ്ചലോഹമാണെന്ന്. ഇത്ര വില കുറച്ചൊക്കെ പഞ്ചലോഹം കിട്ടുമോ ആവോ. അച്ഛനും മോളും കൂടെ ഐസ്ക്രീം കഴിച്ച് ഉടുപ്പിൽ മൊത്തം ആക്കിയിട്ടുണ്ട്. ആരല്ല ഐസ്ക്രീം അല്ലേ തൂത്ത് കളഞ്ഞിട്ട് പാറു മാറിപ്പോയി പിന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കൊതിച്ച്. തണുത്ത ഐസ്ക്രീം കഴിച്ച് കഴിയുമ്പോൾ ചൂടുള്ള എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പം ഞങ്ങളിതാ ഒരു പ്ലേറ്റ് പാനിപൂരിയും കൂടി മേടിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോണിനെ നോക്കി നമ്മളെ വെയിറ്റിംഗ് ആണ്. എല്ലാവരുടെയും കയ്യിൽ 1 കിൻഡൽ സാധനമുണ്ട്, ചെടിയും പലഹാരവും അതും ഇതും. ഇത് ഞങ്ങൾ മേടിച്ചതാണേ. അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള സമയമാണ്.
ഞാൻ ഡാൻസ് കളിക്കുന്ന കണ്ട എൻ്റെ കൊച്ച് സീറ്റായിരിക്കില്ല, അവൾക്കും കളിക്കണം. അവൾക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവളെ എടുത്തുകൊണ്ട് ഞാൻ ഡാൻസ് കളിക്കണം. അതാണ് അവളുടെ വാശി. അങ്ങനെ തുള്ളലും ചാടലും ഡാൻസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്താറായിട്ടുണ്ട്. പാറുക്കുട്ടി മടുത്ത്, അച്ഛമ്മയും മടുത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.